നമസ്കാരം. ഇന്ന് ഞാൻ പ്രവചിക്കാൻ പോകുന്നത് പുണർതം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മീനമാസത്തിലുള്ള ജ്യോതിഷ ഫലങ്ങളാണ്. പത്രധർമ്മം പാലിച്ച് പത്രം നടത്തുന്ന എല്ലാ പത്രപ്രവർത്തകർക്കും ധാരാളം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു സമയമാണ്. അവാർഡുകൾ പ്രതീക്ഷിക്കാം, ധാരാളം സർക്കുലേഷൻ പ്രതീക്ഷിക്കാം, വളരെ മികച്ച രീതിയിലുള്ള സാമ്പത്തിക ഗുണങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. കയറ്റുമതി ബിസിനസ് നടത്തുന്നവർക്കും ഗുണങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ റേഡിയോളജിസ്റ്റായി ജോലി ചെയ്യുന്നവർക്ക് ഏറെ സാമ്പത്തിക നേട്ടങ്ങളും മികച്ച സ്ഥാപനങ്ങളിൽ ജോലിയും പ്രതീക്ഷിക്കാം, മനസ്സമാധാനം ലഭിക്കാം. എഴുത്തുകാർക്ക് എല്ലാ മേഖലകളിലുള്ള എഴുത്തുകാർക്ക് മെച്ചപ്പെട്ട രീതിയിൽ ധനവും മറ്റ് ആനുകൂല്യങ്ങളും ലഭ്യമാകാം. ആത്മീയ ആചാര്യന്മാരെ തേടി ഉത്തമ ശിഷ്യഗണങ്ങൾ വന്നേക്കാം. വിനോദസഞ്ചാര മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും ഏറെ ഗുണങ്ങൾ പ്രതീക്ഷിക്കാം. നാടകം, സിനിമ, സീരിയലുകൾ തുടങ്ങിയ എല്ലാ കലാരീതിയിലും അഭിനയം കാഴ്ചവെക്കുന്നവർക്കും നല്ല രീതിയിൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പുതിയ അവസരങ്ങൾ അവർക്ക് ലഭ്യമാകാം. പൊതുപ്രവർത്തകർക്കും വളരെ ഗുണകരമാകുന്നു. നിർമ്മാണ തൊഴിലാളികൾക്കും സാമ്പത്തിക ഗുണങ്ങൾ ധാരാളം ലഭ്യമാകാം. ശാസ്ത്ര വിദ്യാർത്ഥികൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ലഭ്യമാകാം. ഏതു മേഖലയിലെ ശാസ്ത്രജ്ഞന്മാർക്കും എല്ലാവിധ ഗുണങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും അംഗീകാരങ്ങളും ലഭ്യമാകാവുന്ന ഒരു മാസമാണ് ഈ മീനമാസം. ചില പുണർതം നക്ഷത്രക്കാർക്ക് ശ്രമിച്ചാൽ സർക്കാർ ഓഫീസുകളിൽ അവർക്ക് ലീവ് വേക്കൻസിക്ക് ഉള്ള ഒഴിവിലേക്ക് അവർക്ക് ജോലി ലഭിക്കുന്നതാണ്. പാർട്ട് ടൈം ജോലി ആയിരുന്നാലും അത് ലഭിക്കുന്നതാകുന്നു. ചില കർമ്മങ്ങൾ നമ്മൾ നടത്തുന്നതെല്ലാം, അതായത് പുണ്യകർമ്മങ്ങളെല്ലാം ഫലം ലഭിച്ചേക്കാം. ബന്ധുക്കളും മറ്റ് സുഹൃത്തുക്കളും നിങ്ങളുടെ വീട്ടിൽ വിരുന്നിന് വരാം. അതുമൂലം നിങ്ങൾക്ക് ധാരാളം ഗുണങ്ങൾ ലഭിക്കാം. ഇനി ഞാൻ പ്രവചിക്കാൻ പോകുന്നത് ഗുണഫലങ്ങൾ ലഭ്യമാകുന്നതിന് തടസ്സം നിൽക്കുന്ന മോശമായ ഫലങ്ങളെക്കുറിച്ചാണ്. മോശാവസ്ഥ, അതായത് തടസ്സങ്ങളെ മാറ്റിയാൽ ഗുണഫലങ്ങൾ തീർച്ചയായിട്ടും ലഭിക്കും. പുണർതം നക്ഷത്രക്കാർക്ക് വലിയ മെച്ചം കാണുന്നില്ല. മേൽപ്പറഞ്ഞ പ്രവചനങ്ങളിലുള്ള ജോലി ചെയ്യുന്നവർക്ക് ഗുണങ്ങൾ ലഭിക്കുന്നു. അല്ലാത്ത ജോലി ചെയ്യുന്നവർക്ക് വളരെ കുറച്ച് ഗുണഫലങ്ങൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. സൽക്കർമ്മങ്ങൾ ഫലിക്കാൻ ചില സമയങ്ങളിൽ തടസ്സം വരുന്നു. ബന്ധുക്കളും സുഹൃത്തുക്കളും വീട്ടിൽ വരും എങ്കിലും അവരുമായി നിങ്ങൾ ഒരിക്കലും വിരോധം സമ്പാദിക്കരുത്. കാരണം അവർ നിങ്ങൾക്ക് നേട്ടങ്ങളുണ്ടാകും. ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷൻ തടസ്സപ്പെടേണ്ട സാധ്യതയുണ്ട്. പ്രൊമോഷൻ ലഭിക്കും, പക്ഷേ അതിന് ചില കാലതാമസം വരും. അത് നിങ്ങൾ അറിഞ്ഞ് ആ വഴിയൊക്കെ ഒഴിവാക്കുക. പാഴ്ചെലവുകൾ വന്നേക്കാം. ചില രോഗങ്ങൾ വരാനുള്ള സാധ്യത കാണുന്നു. അത് മുൻകൂട്ടി നിങ്ങൾക്ക് എന്തെങ്കിലും രോഗലക്ഷണങ്ങളുണ്ടെങ്കിൽ വൈദ്യനെ സമീപിക്കുക. പേര് ദൂഷ്യം, അപവാദം എന്നിവ വരേണ്ട സാധ്യതയുണ്ട്. രക്തം സംബന്ധിച്ച, ഇത് രക്തത്തിൽ അണുബാധ ഉണ്ടാകുക മൂലമുള്ള രോഗങ്ങൾ വരേണ്ട സാധ്യതയുണ്ട്. ഉന്നത അധികാരികളിൽ നിന്നോ ബഹുമാന നീതിപീഠങ്ങളിൽ നിന്നോ സമൻസോ മറ്റു രീതിയിലുള്ള അറസ്റ്റ് വാറണ്ടുകളോ നിങ്ങൾക്ക് വരേണ്ട സാധ്യതയുണ്ട്, ശ്രദ്ധിക്കുക. പദവിക്ക് ചേരാത്ത ആളുകളുമായി കൂട്ടുകെട്ടരുത്. ചീത്ത കൂട്ടുകെട്ട് പൂർണ്ണമായി ഒഴിവാക്കണം. കൂടുതൽ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും വരാതിരിക്കാൻ ശ്രീ ഹനുമാൻ സ്വാമിയെയോ ശ്രീ അയ്യപ്പ സ്വാമിയെയോ ശരണം പ്രാപിക്കുക. ഞാനിവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. 100% കൃത്യമായ ഫലങ്ങൾക്ക് ജാതക പരിശോധന ആവശ്യമായിട്ടാണ് വരുന്നത്. ഈ മീനമാസത്തിൽ ഭഗവാൻ നിങ്ങൾക്ക് എല്ലാവിധ ആയുസ്, ആരോഗ്യ, സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ പുണർതം നക്ഷത്രം 2 രാശിയിലാണ് വരുന്നത്, മിഥുന രാശിയിലും കർക്കിടക രാശിയിലും. അതിന് മിഥുന രാശിക്കാർക്ക് കണ്ടകശനിയാണ്. കർക്കിടക രാശിക്കാർക്ക് അത് കണ്ടകശനിക്ക് തുല്യമായിട്ടുള്ള രീതിയിലാണ് ശനി വരുന്നത്. അതേ ശനി മീനൻ രാശിയിൽ വരുന്നവർക്കും ഏതാണ്ട് കണ്ടകശനി അല്ലെങ്കിൽ തന്നെ ഈ മോശം സമയമാണ്. അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കുക. നിങ്ങൾക്കുള്ള വാസ്തുപരമായതോ പൂജാപരമായതോ ജ്യോതിഷപരമായതോ രത്നം ധരിക്കുന്നതിനോ രുദ്രാക്ഷം ധരിക്കുന്നതിനുള്ള സംശയങ്ങൾ മാറുന്നതിന് നിങ്ങൾ എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക. എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ഉത്തരം നൽകുന്നതാണ്. നിങ്ങൾക്ക് ഈ മീനമാസത്തിൽ ഭഗവാൻ എല്ലാവിധ ആയുസ്, ആരോഗ്യ, സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.